ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായി സ്ഥാപിച്ചു ശ്രേഷ്ഠൻ. ഓ മറിയാമേ, ഞാൻ ജീവികൾ തൻ ജീവൻ താൻ പുനരുജ്ജീവനമോടെഴുന്നേറ്റും ഞാൻ താൻ. ഞാൻ കൊല്ലപ്പെട്ടു, ഞാൻ കല്ലറയാർന്നു. പ്രത്യാശയുടെ ദിനമാണ് ഉയിർപ്പ് ദിനം. ഖബറിൽ അടയ്ക്കപ്പെട്ടവൻ അതിനെ ഭേദിച്ച് മരണത്തെ അതിജീവിച്ച് നമുക്ക് ഉയിർപ്പിൻ്റെ പ്രത്യാശ നൽകി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ മനുഷ്യവർഗത്തിന് ഉയർപ്പുണ്ട് എന്ന അറിവ് നമുക്ക് ലഭിച്ചു. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മഗ്ദല മറിയം കല്ലറയിലേക്ക് പോവുകയാണ്. പക്ഷേ കല്ല് നീക്കിയിരിക്കുന്നതായി കാണുന്നു. ഉള്ളിൽ കയറിയപ്പോൾ അവൻ്റെ ശരീരം കാണുന്നില്ല. തുടർന്ന് ഉദ്ധിതനായ ക്രിസ്തു മറിയത്തോട് സംസാരിക്കുന്നു. ലോകമടച്ചതായ ഖബറുകളെ ഭേദിച്ച് നമ്മുടെ നാഥൻ തൻ്റെ സാന്നിധ്യം അവനെ വിശ്വസിക്കുന്ന ഏവർക്കും വെളിപ്പെടുത്തിയ ദിവസമാണ് ഉയർപ്പ് ദിവസത്തിൻ്റെ സന്തോഷം. യോനാ മത്സ്യത്തിൻ്റെ ഉള്ളിൽ 3 ദിവസം കിടന്നപ്പോൾ നിനുവായുടെ തീരത്ത് 3-ാം ദിവസം ഛർദ്ദിക്കപ്പെടുന്നു. ക്രിസ്തു പറഞ്ഞു, യോനാ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ദൃഷ്ടാന്തീകരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്ക്, ഈ മന്ദിരം പൊളിപ്പി 3 ദിവസത്തിനകം അതിനെ പണിയും. തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ച് പറയുകയും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ശരീരം പണിയുകയും ചെയ്തു. തൻ്റെ ശിഷ്യന്മാരോട് മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് സാധ്യമായ പ്രത്യാശയുടെ ദിവസമാണ്. ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നവരെ തടയുവാൻ യഹൂദ സമൂഹം ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. ഇന്നവൻ ഉയർത്തെഴുന്നേറ്റ് ഏറിയ സമൂഹത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. അതാണ് ഉയർപ്പിൻ്റെ ശക്തി. ആർക്കും അവനെ മരണത്താൽ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. മരണത്താൽ ചിതറപ്പെട്ട ശിഷ്യസമൂഹം തിരികെ വന്നു. അവൻ അവർക്ക് പ്രത്യക്ഷനായി തൻ്റെ ഉയർപ്പിനെ അവർക്ക് വെളിപ്പെടുത്തി. നമ്മുടെ ശരീരത്തിന് ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുക കൂടിയാണ്. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നതിലൂടെ പാപമില്ലാത്ത ശരീരം മരണത്താൽ ബന്ധിക്കപ്പെടേണ്ടതല്ല എന്ന് പഠിപ്പിച്ചു. എന്നാൽ അവൻ മരണത്തെ സ്വീകരിച്ചത് നമ്മുടെ ശരീരം വീണതാകിയാൽ അതിനെ സ്വീകരിക്കുകയും എന്നാൽ പ്രത്യാശയോടെ യുഗാന്ത്യത്തിൽ നമ്മുടെ മരിച്ച ശരീരത്തിൻ്റെ സാധ്യത വെളിപ്പെടുത്തുകയുമാണ് കർത്താവ് ഉയർപ്പിലൂടെ പഠിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്നത് ആ ശരീരത്തിനുള്ളിലെ സാധ്യതയാണ് കാണിക്കുന്നത്. കാരണം അവൻ ദൈവമാകിയാൽ മരണത്തിന് ക്രിസ്തുവിനെ പിടിച്ചടക്കുക സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഉയർപ്പ് സൃഷ്ടാവിൻ്റെ വാക്കാൽ സംഭവിക്കുന്ന യുഗാന്ത്യത്തിൻ്റെ ചിത്രമാണ്. അന്ന് ക്രിസ്തു ഉയർപ്പിൽ ധരിച്ച ശരീരം നാമും ധരിക്കും എന്നത് ഉയർപ്പ് നമുക്ക് നൽകുന്ന അറിവാണ്. പാപമില്ലാത്ത ശരീരം ഭൂമിയിൽ ദ്രവിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ ആ ശരീരം ഉയർത്തെഴുന്നേറ്റു. എന്നാൽ പാപമുള്ള മർത്യശരീരം ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നാലേ പുതിയ ശരീരം കൈക്കൊള്ളുകയുള്ളൂ. അവൻ മരിച്ചുയർത്തെഴുന്നേറ്റതിലൂടെ നമ്മെയും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന പ്രത്യാശ നൽകുകയാണ്. കുരിശിൽ തറച്ചവരെ ലജ്ജിപ്പിച്ചു. കല്ല് ആരുരുട്ടി മാറ്റിത്തരുമെന്ന് വിചാരിച്ച സ്ത്രീകൾ വരുന്നു. എന്നാൽ അവർക്കായി കല്ലുരുട്ടി മാറ്റി കാത്തിരിക്കുന്ന നാഥൻ നിങ്ങൾക്കെൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് നൽകുന്നത്. മരണമുള്ളതായ നമ്മുടെ ശരീരത്തിന് തൻ്റെ മരണവും ഉയർപ്പും മൂലം മരണമില്ലായ്മയും ഉയർപ്പും നൽകിയ മഹത്തായ ദിനമാണിത്. പിശാചടച്ചതായ ജീവൻ്റെ കൃപയെ ഇന്ന് നാഥൻ്റെ ഉയർപ്പ് മൂലം ഏവർക്കും ഉയർപ്പിൻ്റെ പ്രത്യാശയെ കാണിച്ചു തന്നു. മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യതയാണ് ഉയർപ്പിലൂടെ കാണിച്ചത്. അവൻ്റെ ശരീരരക്തങ്ങളാകുന്ന ജീവവൃക്ഷഫലം നമ്മുടെ ഉള്ളിൽ വന്നതിനാൽ അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർക്കും.
വീണ ശരീരം ദൈവസന്നിധിയിൽ എത്തുക സാധ്യമല്ലാത്തതിനാൽ ഉയിർപ്പിൻ്റെ ശരീരം ധരിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എത്തും. അതിന്ന് ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് നമുക്ക് ആ പ്രത്യാശ നൽകി. ആദാം മുതലുള്ള സൃഷ്ടിയുടെ സന്തോഷ ദിവസമാണ്. അവൻ്റെ നാഥൻ ഇന്ന് നമ്മെ ഉയർപ്പിച്ച ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് നയിച്ചു. സൃഷ്ടാവ് തൻ്റെ ഉയർപ്പിലൂടെ സൃഷ്ടിക്ക് ഉയർപ്പിൻ്റെ പ്രത്യാശയെ നൽകി. ശിംശോൻ്റെ ശ്രദ്ധേയമായൊരു കടങ്കഥയുണ്ട്. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്യനിൽ നിന്ന് മധുരവും പുറപ്പെടുമോ? ഈ കടങ്കഥ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള അതിൻ്റെ ആനന്ദത്തെക്കുറിച്ചുള്ള ഒരു അറിവായിട്ടാണ് പിതാക്കന്മാർ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ ലഭിച്ച ആനന്ദമാണത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉയർപ്പ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു, നമുക്ക് പ്രത്യാശ നൽകുന്നു. മരണത്തിന് ശേഷമുള്ള ജീവൻ്റെ പ്രത്യാശയെക്കുറിച്ച് ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ്.